നമസ്തേ. നമ്മൾ എന്താ പറയുക, ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പദത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പദത്തിൻ്റെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് സുബന്ധം എന്ന് പേര് വരാൻ കാരണം അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സുബന്ധങ്ങളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ആ സുബന്ധം സുബ് അന്തം എന്ന പേര് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, സു ഔ ജസ്, അം ഔട്ട് ഷസ്, ടാ ഭ്യാം ഭിസ്, ങേ ഭ്യാം ഭ്യസ്, ങസി ഭ്യാം ഭ്യസ്, ങസ് ഓസ് ആം, നീ ഓസ് സുപ്പ്. അപ്പൊ ഇവിടെ നോക്കൂ, ആദ്യം തുടങ്ങണത് സൂവിലാണ് അല്ലെ. അതുപോലെ ഇത് കംപ്ലീറ്റ് അവസാനിക്കുന്നത് പ് എന്ന വർണ്ണത്തിലുമാണ്. അങ്ങനെ സുവും പേവും കൂടി ചേർന്നിട്ടാണ് സുബന്ധഃ സുബന്ധഃ എന്ന് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ നാമപദം ഉണ്ടാക്കുവാനുള്ള പ്രത്യയങ്ങളാണ്. പ്രത്യയങ്ങൾ എപ്പോഴും അവസാനത്തിലാണ് ചേർക്കുക. അതുകൊണ്ടാണ് നോക്കൂ അന്തഃ എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഈ സു എന്നത് നാമപദത്തിന്റെ അവസാനം ചേർത്തി നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള നാമപദങ്ങൾ നിർമ്മിക്കാനാണ് ഇവയെല്ലാം ഉപയോഗിക്കുന്നത്. ഇവ നോക്കൂ, എത്ര എണ്ണമാണ് ഉള്ളത്? 21 പ്രത്യയങ്ങളാണ് ഉള്ളത്. ഇത് തന്നെയാണ് വിഭക്തികൾ. വിഭക്തി പ്രത്യയങ്ങളാണ് ഇവ. എല്ലാവർക്കും അറിയാം, ബാലശബ്ദം, അതുപോലെ രാമശബ്ദം, വൃക്ഷശബ്ദം, അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ പ്രത്യയങ്ങൾ കൊണ്ടാണ്. കേവലം പുല്ലിംഗം മാത്രമല്ല, സ്ത്രീലിംഗത്തിന്റെയും നപുംസകലിംഗത്തിന്റെയും എല്ലാ രൂപങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഈ 21 രൂപങ്ങളിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, സു ഔ ജസ് എന്നത് പ്രഥമ വിഭക്തി, അം ഔട്ട് ഷസ് ഇത് ദ്വിതീയ, ടാ ഭ്യാം ഭിസ് തൃതീയ, ങേ ഭ്യാം ഭ്യസ് ചതുർത്ഥി, ങസി ഭ്യാം ഭ്യസ് പഞ്ചമി, ങസ് ഓസ് ആം ഷഷ്ടി, നീ ഓസ് സുപ് എന്നത് സപ്തമി. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്കൊന്ന് ബാലശബ്ദം ഇവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ബാലഹ ബാലൗ ബാലാഹ, ബാലം ബാലൗ ബാലാൻ, ബാലേന ബാലാഭ്യാം ബാലൈഹി, ബാലായ ബാലാഭ്യാം ബാലേഭ്യഃ, ബാലാത് ബാലാഭ്യാം ബാലേഭ്യഃ, ബാലസ്യ ബാലയോഃ ബാലാനാം, ബാലേ ബാലയോഃ ബാലേഷു. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് നേരിട്ട് നിർമ്മിക്കാൻ പറ്റില്ല. ബാല പ്ലസ് സു എന്ന് ചേർക്കുമ്പോൾ നമുക്ക് നേരിട്ട് ബാലഹ എന്നൊരു പദം നമുക്ക് കിട്ടില്ല. അവിടെ അതിന്റെ ഇടയിൽ വേറെ കുറെ നിയമങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ സാമാന്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു നാമശബ്ദം നിർമ്മിക്കണമെങ്കിൽ ഈ ഒരു പ്രത്യയങ്ങൾ, ഈ 21 പ്രത്യയങ്ങളിൽ അതാത് വിഭക്തികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യയങ്ങൾ ചേർത്തി വേണം നിർമ്മിക്കണമെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ ഈ സുബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കാൻ, എങ്ങനെയാണ് ആ പേര് ഉള്ളത് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സുബന്ധങ്ങൾ. 21 എണ്ണമാണ് ഇവിടെ ഉള്ളത്. കാരണം 7 വിഭക്തികൾ, 7×3 വചനങ്ങൾ അങ്ങനെ ചേരുമ്പോൾ 21 പ്രത്യയങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ഏത് പ്രത്യയമാണ്? തിങ്ങന്തങ്ങൾ അല്ലെ. അവയെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ തിങ്ങന്ത പ്രത്യയങ്ങൾ എഴുതിയിട്ടുണ്ട്. 18 വിധത്തിലാണ് തിങ്ങന്ത പ്രത്യയങ്ങൾ ഉള്ളത്. അപ്പൊ ഇവിടെ നോക്കൂ, ആരംഭിക്കുന്നത് തീയിലാണ്, അവസാനിക്കുന്നത് ങ് എന്ന അക്ഷരത്തിലുമാണ്. അതുകൊണ്ടാണ് തിങ്ങന്തഃ എന്ന് പേര് വരാൻ കാരണം. അപ്പൊ ഈ പ്രത്യയങ്ങൾ നമുക്കൊന്ന് വായിക്കാം. തി തസ് ഝി, സിത് ധസ് ധ, മിത് വസ് മസ്. അതുപോലെ ത ആതാം ഝ, ധാസ് ആധാം,
ധ്വം, ഇട്, വഹി, മഹി. ക്ഷമത, മഹിങ്. ഓക്കെ, അപ്പൊ ഇതാണ് 18 വിധത്തിലുള്ള തിങ്ങന്ത പ്രത്യയങ്ങൾ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുവാൻ വേണ്ടിയിട്ടാണ് തിങ് എന്ന് പറയുന്നത്. അതിന്റെ ഇടയിൽ ഇത്രയും പ്രത്യയങ്ങൾ അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രത്യയങ്ങളെല്ലാം തന്നെ ക്രിയാപദങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ പിന്നെ ഇവിടെ നോക്കൂ, ഈ 3 പരസ്മൈപദ പ്രത്യയങ്ങളാണ്. ഈ 3 ആത്മനേപദ പ്രത്യയങ്ങളാണ്. ഓക്കെ, മൊത്തത്തിൽ ഇതിനെ തിങ്ങന്തം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ പരസ്മൈപതി, ആത്മനേപതി. പരസ്മൈപതി നിർമ്മിക്കുവാൻ ഇത്രയും പ്രത്യയങ്ങൾ ഉപയോഗിക്കും. ആത്മനേപദം ക്രിയാപദങ്ങൾ നിർമ്മിക്കുവാൻ ഇത്രയും പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ?